Every word we speak, every detail we capture, every car we render has one purpose. We want to release your emotions. Passion is what really drives you to do the spectacular. And for some, passion may be cars. Hello, this is Dhruv. Welcome to Autograph. Every car has its own story, and every individual has his own memories. Unlike others, we give them a chance. Let the one who owns it share his review, share his experience, and let him share the passion too. Moving on to our first segment, My Car, My Life. I love my car. It's my passion. It's my life. I would be literally empty without it. കുട്ടിക്കാലം മുതലേ എനിക്ക് കാറിനോട് ഭയങ്കര ഒരു പാഷനായിരുന്നു. എൻ്റെ ഓർമ്മയിലിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം കാണുന്നത് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും എൻ്റെ അച്ഛനുണ്ടായിരുന്ന ഒരു ലാൻഡ് മാസ്റ്റർ കാറാണ്. ആ കാറ് വർഷങ്ങൾക്ക് ശേഷം അത് വിൽക്കുമ്പോൾ എത്രയോ ദിവസങ്ങൾ അതിനെ ഓർത്ത് കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മുതലേ കാറിനോട് ഭയങ്കര ഒരു പാഷൻ തന്നെ എന്ന് പറയാം. എപ്പോഴും മറ്റ് പല കാറുകൾ കാണുമ്പോഴും കാറ് സ്വന്തമാക്കണമെന്ന് എപ്പോഴും ആലോചിച്ചിരുന്നത് ഒരു മേക്ക് എന്നും ഒരു കൊച്ചു സ്വപ്നം തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കൊച്ചു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത് നവംബർ 2012 അന്നാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു മേക്ക് ഓൺ ചെയ്യാൻ പറ്റിയത്. നവംബർ 2012 ഞാൻ സ്വന്തമായിട്ട് ഒരു മെർക്ക് മേടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊച്ചു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം. മെർക്കിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഉപരിപഠനത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ ഡ്രൈവറെ വെച്ചിട്ടാണ് കാർ ഓടിച്ചിരുന്നത് പലപ്പോഴും. അങ്ങനെ ഒരു സമയത്ത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഒരു മോഷൻ സിക്നെസ് ഉള്ളതുകൊണ്ട് എനിക്ക് കാറിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഡോക്ടർ ഫ്രണ്ട് പറഞ്ഞത് ഇതിന് ഏറ്റവും പരിഹാരം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനാണ്. അപ്പോൾ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഏത് കാറ് മേടിക്കണം എന്നുള്ളത് ആലോചിച്ച് തുടങ്ങി. അപ്പോഴാണ് എപ്പോഴും എത്രയോ വർഷങ്ങളായിട്ടുള്ളൊരു സ്വപ്നമാണ് മെർക്ക് മേടിക്കണം എന്നുള്ളത്. എങ്കിൽ പിന്നെ വൈ നോട്ട് മെർക്ക് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ 2012 നവംബറിൽ മെർക്ക് മേടിക്കുന്നത്. അതിനുശേഷം ഏതാണ്ടിപ്പോൾ 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൻ്റെ മെർക്ക്. അതിലേതാണ്ട് ഒരു 20,000 കിലോമീറ്ററോളം ഞാൻ തന്നെ ഓടിച്ചതാണ്. മെർക്കിനെ പറ്റി പറയുമ്പോൾ ആ ഡ്രൈവിംഗ് കംഫർട്ടാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്. അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്.
സേഫ്റ്റി ഫീച്ചേഴ്സും ഡ്രൈവിംഗ് കംഫർട്ടാണ് എന്നെ മെർക്കിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു വണ്ടിയെപ്പറ്റി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ 8ാമത്തെ കാറായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ മെർക്ക് 8ാമത്തെ വണ്ടിയായിരിക്കും. ഇനി ഞാൻ വീണ്ടും ഒരു വണ്ടിയെപ്പറ്റി ആലോചിക്കുകയാണെങ്കിലും അടുത്തതും മെർക്ക് തന്നെ ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. റോക്കറ്റിൽ ഒതുങ്ങുന്ന നെക്സ്റ്റ് ബ്രാൻഡ്, മെർക്കിൻ്റെ നെക്സ്റ്റ് ബ്രാൻഡ്, ദാറ്റ്സ് ഓൾ. അത് തന്നെയായിരിക്കും ഞാൻ ഇനിയും പ്ലാൻ ചെയ്യുന്നത്.